Hi students, welcome to Botany online class. I hope all of you are safe at your home. Okay. In the previous class we had learned about Kingdom Monera and different types of bacteria. Today we are going to learn about Kingdom Protista. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കിങ്ഡം മൊണീറ പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് വ്യത്യസ്ത തരത്തിലുള്ള ബാക്ടീരിയകളെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ കിങ്ഡമായ കിങ്ഡം പ്രോട്ടിസ്റ്റയെക്കുറിച്ചാണ്. All single-celled eukaryotes are placed under protista. എല്ലാ ഏകകോശ യൂക്യാരിയോട്ടുകളും എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? യൂക്യാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗാനിസംസ് വിച്ച് പൊസസ് ഡെഫിനിറ്റ് ന്യൂക്ലിയസ്. വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസങ്ങളെയാണ് നമ്മൾ യൂക്യാരിയോട്ടുകൾ എന്ന് പറയുന്നത്. അത് യൂണിസെല്ലാർ ആവാം, മൾട്ടി സെല്ലാർ ആവാം. അപ്പോൾ ഇവിടെ യൂണിസെല്ലാർ ആയിട്ടുള്ള എല്ലാ യൂക്യാരിയോട്ടുകളും വരുന്ന ഗ്രൂപ്പാണ് അല്ലെങ്കിൽ കിങ്ഡമാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. ഓൾ സിംഗിൾ സെൽഡ് യൂക്യാരിയോട്സ് ആർ പ്ലേസ്ഡ് അണ്ടർ കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റ ഇൻക്ലൂഡ് ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മൗൾട്സ് ആൻഡ് പ്രോട്ടോസോവൻസ്. ഇനി പ്രോട്ടിസ്റ്റയ്ക്കകത്ത് വരുന്ന ജീവികൾ ഏതൊക്കെ? 5 തരത്തിൽ ഉള്ള ഓർഗാനിസങ്ങളാണ് ഇതിൽ വരുന്നത്. അതേതൊക്കെയാണ്? ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മൗൾട്സ് ആൻഡ് പ്രോട്ടോസോവൻസ്. ഓക്കെ. മെമ്പേഴ്സ് ഓഫ് പ്രോട്ടിസ്റ്റ ആർ primarily aquatic. This kingdom forms a link with others dealing with plants, animals and fungi. അതായത് മെമ്പേഴ്സ് ഓഫ് പ്രോട്ടിസ്റ്റ ആർ പ്രൈമർലി അക്വാട്ടിക്. എന്താണ് അക്വാട്ടിക് എന്ന് പറഞ്ഞാൽ? ജലജീവികൾ. പ്രോട്ടിസ്റ്റയിൽ വരുന്ന എല്ലാ ജീവികളും അക്വാട്ടിക്കാണ് എന്ന് പറഞ്ഞാൽ ജലത്തിൽ വസിക്കുന്നതാണെന്ന് അർത്ഥം. Being eukaryotes, the protistan cell body contains a well-defined nucleus and other membrane-bound organelles. അപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞു യൂക്യാരിയോട്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവയുടെ സെൽ ബോഡിക്കകത്ത് വളരെ വ്യക്തമായൊരു ന്യൂക്ലിയസും കാണും. മറ്റുള്ള മെംബ്രെയിൻ ബൗണ്ട് ഓർഗനല്ലേ എന്ന് പറഞ്ഞാൽ കോശാംഗങ്ങൾ. നമ്മൾ മൈറ്റോകോൺട്രിയ, റൈബോസോം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആ സെൽ ഇൻക്ലൂഡിങ്സിനെയാണ് ഓർഗനല്ലേസ് എന്ന് പറയുന്നത്. സം ഹാവ് ഫ്ലജല്ല ഓർ സീലിയ. ഇനി ചിലവയ്ക്ക് എന്ത് കാണും? ഫ്ലജല്ല അല്ലെങ്കിൽ സീലിയ പോലുള്ള ലോക്കോമോട്ടറി ഓർഗൻസ് ഉണ്ടാവും. പ്രോട്ടിസ്റ്റ് റീപ്രൊഡ്യൂസ് അസെക്ഷലി ആൻഡ് സെക്ഷലി ബൈ എ പ്രോസസ് ഇൻവോൾവിങ് സെൽ ഫ്യൂഷൻ ആൻഡ് സൈഗോട്ട് ഫോർമേഷൻ. അപ്പോൾ 2 തരത്തിലുള്ള റീപ്രൊഡക്ഷനാണ് പ്രോട്ടിസ്റ്റയിൽ കാണപ്പെടുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ മീൻസ് ഓഫ് സെൽ ഫ്യൂഷൻ, സെല്ലുകൾ തമ്മിൽ ചേർന്നിട്ട്. ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ മീൻസ് ഓഫ് സൈഗോട്ട് ഫോർമേഷൻ. അപ്പോൾ ഇത്രയും ഒരു പ്രോട്ടിസ്റ്റയെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷനാണ്. ഓക്കെ. ഇനി നമുക്ക് ആ 5 ഓരോ ഗ്രൂപ്പില്ലേ, 5 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മൗൾട്സ്, പ്രോട്ടോസോവൻസ്. അത് ഓരോന്നിനെയും കുറിച്ച് പഠിക്കണം. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ക്രൈസോഫൈറ്റ്സ്. ഓക്കെ. ദിസ് ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ് ഡയാറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗെ. അപ്പോൾ ക്രൈസോഫൈറ്റ്സിൽ വരുന്നത് ഡയാറ്റംസും ഗോൾഡൻ ആൽഗയുമാണ്. ദേ ആർ ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ ആസ് വെൽ ആസ് ഇൻ മറൈൻ എൻവയോൺമെൻറ്റ്സ്. ഫ്രഷ് വാട്ടറിലും കാണപ്പെടും, മറൈൻ എൻവയോൺമെൻറ്റ്. മറൈൻ മീൻസ് ഉപ്പുവെള്ളം. ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ ശുദ്ധജലം. ശുദ്ധജലം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഉപ്പ് ചേരാത്ത വെള്ളം എന്നാണ് ഫ്രഷ് വാട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നല്ല കാണാൻ നല്ല തെളിഞ്ഞ് ഇങ്ങനെ നല്ല ഇതായിട്ട് കിടക്കുന്ന ആ വെള്ളം അല്ല. ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ ശുദ്ധജലം. ശുദ്ധജലം എന്ന് പറയുന്നത് ഉപ്പ് കലരാത്ത ജലത്തിനെയാണ് ഫ്രഷ് വാട്ടർ. മറൈൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളം. They are microscopic and float passively in water currents. വളരെ മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാലേ കാണാൻ പറ്റും, അത്ര സൂക്ഷ്മങ്ങളാണ്. ഇതിനെ നമുക്ക് പ്ലാങ്ക്ടണുകൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം.
മിക്കവാറും എല്ലാം ഫോട്ടോസിന്തറ്റിക് ആണ്. ഇൻ ഡയാറ്റംസ് ദ സെൽ വാൾ ഫോം ടു തിൻ ഓവർലാപ്പിംഗ് ഷെൽസ് വിച്ച് ഫിറ്റ് ടുഗദർ ആസ് ഇൻ എ സോപ്പ് ബോക്സ്. അപ്പോൾ ഇതിൽ കൂടുതലും ഫോട്ടോസിന്തറ്റിക് ആണെന്ന് പറഞ്ഞു. ഇനി ഡയാറ്റംസ് എന്ന് പറഞ്ഞാൽ അവയുടെ സെൽ വാൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഈ നമ്മുടെ സോപ്പ് പെട്ടിയില്ലേ, ഒരെണ്ണം അടിയിൽ വെച്ച് നമ്മൾ സോപ്പ് വെച്ചിട്ട് വേറൊന്ന് വെച്ച് മീതെ അടയ്ക്കും. അപ്പോൾ അതിങ്ങനെ ഓവർലാപ്പ് ചെയ്തില്ലേ ഇരിക്കുന്ന, അതുപോലെയാണ് ഡയാറ്റംസിൻ്റെ സെൽ വാൾ. അപ്പോൾ ഒരു സെൽ വാളിൻ്റെ മുകളിലത്തെ സെൽ വാളെന്ന് പറഞ്ഞാൽ അതിനെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അടിയിലത്തെ സെൽ വാളിൽ മുകളിലത്തെ സെൽ വാളിനെ ഓവർലാപ്പ് ചെയ്താണ് ഇരിക്കുന്നത്. അതായത് നമ്മുടെ സോപ്പ് ബോക്സ് പോലെ, സോപ്പ് പെട്ടി അടയ്ക്കൂലേ അതുപോലെ. The walls are embedded with silica and thus the walls are indestructible. ഇനി ഈ സെൽ വാൾ എന്ന് പറയുന്നത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് സിലിക്ക എന്ന് പറഞ്ഞാൽ അറിയാലോ, സിലിക്കൺ ഡൈ ഓക്സൈഡ്, മണൽ, സിലിക്ക. അതുകൊണ്ട് ഇത് അത്ര പെട്ടെന്നൊന്നും എന്ത് ചെയ്യത്തില്ല, പൊട്ടിപ്പോകത്തില്ല. Thus diatoms have left behind large amount of cell wall deposits in their habitat. ഇനി ഡയാറ്റംസ് ഒരുപാടുള്ള ഏരിയാസിൽ ഇതിൻ്റെ ഒരു ലാർജ് ഡെപ്പോസിറ്റ് ഉണ്ടാവും, ഈ സെൽ വാളിൻ്റെ ഡെപ്പോസിറ്റ്. ദിസ് അക്യുമുലേഷൻ ഓവർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഈസ് റെഫർഡ് ടു ആസ് ഡയാറ്റമേഷ്യസ് എർത്ത്. അപ്പോൾ ഈ ഇതിനകത്തുള്ള ആ ഓർഗാനിസം നശിച്ചു പോകുമല്ലോ. ഈ സെൽ വാളിനകത്തൊരു ജീവിയുണ്ട്, അത് നശിച്ചു പോകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ എന്ത് ചെയ്യും, ഒരുപാട് ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കും. അപ്പോൾ ഇത് ആ ഏരിയയെ വിളിക്കുന്നത് ഡയാറ്റമേഷ്യസ് എർത്ത് എന്നാണ്. ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ബീയിങ് ഗ്രിറ്റി ദിസ് സോയിൽ ഈസ് യൂസ്ഡ് ഇൻ പോളിഷിംഗ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, ഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാൻഡ് പേപ്പറൊക്കെ ഇല്ലേ, സാൻഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ ആ ഒരു അപ്പിയറൻസ് ആണ് അതിന്, അങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് പോളിഷിംഗ് പർപ്പസിനൊക്കെ ഈ സോയിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഓയിൽസിൻ്റെ സിറപ്പിൻ്റെയൊക്കെ ഫിൽട്രേഷനും മറ്റും ഈ സോയിൽ ഉപയോഗിക്കാറുണ്ട്. ഡയാറ്റംസ് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷൻ. ഇനി സമുദ്രത്തിലെ പ്രൊഡ്യൂസേഴ്സ്, അതായത് ഉൽപ്പാദകർ ആരാന്ന് ചോദിച്ചാൽ ഈ ഡയാറ്റംസ് ആണ്. ഓക്കെ. അപ്പോൾ ക്രൈസോഫൈറ്റ്സിൽ വരുന്നത് രണ്ട് ഗ്രൂപ്പ് ഓർഗാനിസംസ്, അതിന് ഡയാറ്റംസ് എന്നും ഗോൾഡൻ ആൽഗ എന്നുമാണ് പറയുന്നത്. ഇനി ഡയാറ്റംസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ സെൽ വാൾ എന്ന് പറയുന്നത് രണ്ട് തിൻ ഓവർലാപ്പിംഗ് ഷെൽസാണ് സെൽ വാൾ. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ ഡയാറ്റം നശിച്ചു പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരുപാട് ഡെപ്പോസിറ്റ് ചെയ്യും. അതിനെ നമ്മൾ ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറയും. പിന്നെ അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, ബീയിങ് ഗ്രിറ്റി ദിസ് ഓയിൽ ഈസ് യൂസ്ഡ് ഇൻ പോളിഷിംഗ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. ഓക്കെ. ഇനി രണ്ടാമത്തത് ഡൈനോഫ്ലജലേറ്റ്സ് എന്ന് പറയും. ഡൈനോഫ്ലജലേറ്റ്സ് ഇതും എങ്ങനെ തന്നെ, മോസ്റ്റ് ഓഫ് ദം ആർ മെറൈൻ ആൻഡ് ഫോട്ടോസിന്തറ്റിക്. ദേ അപ്പിയർ യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, ബ്ലൂ ഓർ റെഡ് ഡിപ്പെൻഡിങ് ഓൺ ദ മെയിൻ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദെയർ സെൽസ്. ഇനി ഇവയ്ക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പലതരത്തിലുള്ള പിഗ്മെൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇവയുടെ ശരീരത്തിൽ. ഇവയുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെൻറ്റിൻ്റെ കളറിനനുസരിച്ച് ഇവ പല നിറത്തിലാണ് കാണപ്പെടുന്നത്. യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, ബ്ലൂ, അതുപോലെ റെഡ്. The cell wall has stiff cellulose plates on the outer surface. Most of them have 2 flagella. അപ്പോൾ മിക്കവാറും എണ്ണത്തിന് 2 ഫ്ലജല്ല ഉണ്ടാവും. ഫ്ലജല്ല എന്ന് പറഞ്ഞാൽ ലോക്കോമോട്ടറി ഓർഗനാണ്, സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓർഗൻസിനെയാണ് നമ്മൾ ലോക്കോമോട്ടറി ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 2 ഫ്ലജല്ല ഉണ്ടാവും. One lies longitudinally and other transversely in a furrow between the wall plates. ഇനി red dinoflagellates undergo such rapid multiplication that they make the sea appear red. ഇനി ഈ റെഡ് ഡൈനോഫ്ലജലേറ്റ്സ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, പിഗ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പല കളറിൽ കാണപ്പെടും. ഇനി റെഡ് ഡൈനോഫ്ലജലേറ്റ്സ് ആണെങ്കിൽ ഇത് എന്ത് ചെയ്യുമെന്നറിയാം, വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എവിടെയാണോ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആ കടലിൻ്റെ അത്രയും ഭാഗം നല്ല ചുവപ്പ് നിറത്തിൽ കാണപ്പെടും. അതിനെ റെഡ് ടൈഡ് എന്നാണ് വിളിക്കുന്നത്. റെഡ് ഡൈനോഫ്ലജലേറ്റ്സ് അണ്ടർഗോ സച്ച് എ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ് ദേ മേക്ക് ദ സീ അപ്പിയർ
റെഡ്. അപ്പോൾ റെഡ് ഡൈനോഫ്ലാജിലേറ്റ്സ് വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് സമുദ്രത്തിന് മുകളിൽ നല്ല ചുവപ്പ് നിറത്തിലിങ്ങനെ കാണപ്പെടും. അതിനെയാണ് റെഡ് ടൈഡ് എന്ന് വിളിക്കുന്നത്. റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റെഡ് ഡൈനോഫ്ലാജിലേറ്റ്സ് make the sea appear as red and it is called red tide. Okay. Toxins released by such large numbers may even kill or marine animals such as fishes. ഇനി ഇതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ടോക്സിൻസ് മീൻസ് വിഷവസ്തുക്കൾ, ഇത് മെറൈൻ ആനിമൽസിനെ കൊല്ലാൻ വരെ സാധ്യതയുണ്ട്. അതായത് വളരെ അധികം വിഷാംശമുള്ള വസ്തുവാണ്. അപ്പോൾ മത്സ്യങ്ങൾ ഉൾപ്പെടെ ചത്തുപോകാൻ കാരണമാകും. ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് യൂഗ്ലിനോയിഡ്സ് ആണ്. മൂന്നാമത്തത് യൂഗ്ലിനോയിഡ്സ്. മെജോറിറ്റി ഓഫ് ദം ആർ ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ഫൗണ്ട് ഇൻ സ്റ്റാഗ്നൻറ്റ് വാട്ടർ. എന്താണ് സ്റ്റാഗ്നൻറ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം. ഒരുപാടും ഫ്രഷ് വാട്ടർ ഫോംസ് ആണ്, ശുദ്ധജലത്തിൽ വസിക്കുന്ന ഓർഗാനിസങ്ങളാണ്. ഇനി ഇൻസ്റ്റെഡ് ഓഫ് എ സെൽ വാൾ ദേ ഹാവ് എ പ്രോട്ടീൻ റിച്ച് ലെയർ കാൾഡ് പെല്ലിക്കിൾ വിച്ച് മേക്സ് ദെയർ ബോഡി ഫ്ലെക്സിബിൾ. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ക്രൈസോഫൈറ്റ്സിനും ഡൈനോഫ്ലാജിലേറ്റ്സിനും ഒക്കെ സെൽ വാൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ സെൽ വാളിന് പകരം ഒരു പ്രോട്ടീൻ റിച്ച് ലെയറാണ് സെൽ വാളിന് പകരമുള്ളത്. അതിനെ പെല്ലിക്കിൾ എന്നാണ് വിളിക്കുന്നത്. ആ പെല്ലിക്കിൾ ഉള്ളത് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്നറിയോ? വിച്ച് മേക്സ് ദെയർ ബോഡി ഫ്ലെക്സിബിൾ. ഫ്ലെക്സിബിൾ മീൻസ് ഇങ്ങനെ വഴങ്ങുന്ന സ്വഭാവമുള്ളത്. ദേ ഹാവ് 2 ഫ്ലജല, എ ഷോർട്ട് ആൻഡ് ലോങ് വൺ. 2 ഫ്ലജല ഉണ്ടാവും. ഒരു ഫ്ലജല വലുതായിരിക്കും, ഒരു ഫ്ലജല ചെറുതായിരിക്കും. ഇനി ഇവയെല്ലാം തന്നെ ഫോട്ടോസിന്തറ്റിക് ആണ്. Though they are photosynthetic in presence of sunlight, when they deprived of sunlight they behave like heterotrophs by predating on other smaller organisms. സാധാരണ രീതിയിൽ ഫോട്ടോസിന്തറ്റിക് ആണ്. ഒരുപക്ഷെ സൺലൈറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവർ ചില സമയത്ത് ഹെട്രോട്രോഫ്സിനെ പോലെ പെരുമാറും. അതായത് വളരെ ഇതിനേക്കാളും ചെറിയ ഓർഗാനിസങ്ങളെ ആഹാരമാക്കും. ഓക്കെ. എക്സാമ്പിൾ യൂഗ്ലീന. നേരത്തെ നമ്മൾ ഡൈനോഫ്ലാജിലേറ്റ്സ് പറഞ്ഞില്ലേ, റെഡ് ഡൈനോഫ്ലാജിലേറ്റ്സ്, അതായത് റെഡ് ടൈഡിന് കാരണമാകുന്ന, അതിന് എക്സാമ്പിൾ ഗോണിലാവുക്സ് എന്ന് പറയും. ഗോണിലാവുക്സ്. അപ്പോൾ അത് റെഡ് ടൈഡ് കാരണമാകുന്ന റെഡ് ഡൈനോഫ്ലാജിലേറ്റ്സ് ആണ്. നേരത്തെ അത് വിട്ടുപോയി പറയാനായിട്ട്. ഓക്കെ. ഇനി യൂഗ്ലിനോയിഡ്സിന് എക്സാമ്പിൾ യൂഗ്ലീന. അത് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. അടുത്തത് സ്ലൈം മൗൾഡ് എന്ന് പറയും. സ്ലൈം മൗൾഡ്. സ്ലൈം മൗൾഡ്സ് ആർ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ്. ഇവിടെ സ്ലൈം മൗൾഡുകളെന്ന് പറയുന്നത് അതിനൊന്നും മലയാളമൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ പറയാനേ ഒക്കുള്ളൂ. സ്ലൈം മൗൾഡ് എന്നേ പറയാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് ആണ്. ദ ബോഡി മൂവ്സ് എലോങ് ഡീക്കേയിങ് ടിക്സ് ആൻഡ് ലീവ്സ് എൻഗൾഫിങ് ഓർഗാനിക് മെറ്റീരിയൽ. ഈ അഴുകിയ തടി കഷ്ണങ്ങൾ, അതുപോലെ ഇലകൾ, അതിലൊക്കെ പറ്റിപ്പിടിച്ചാണ് ഇത് വളരുന്നത്. Under suitable conditions, they form an aggregation called plasmodium, which may grow and spread over several feet. ഇനി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതെല്ലാം കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം? ഒരു അഗ്രിഗേഷൻ, കൂടിച്ചേരൽ. അതിനെ പ്ലാസ്മോഡിയം എന്നാണ് വിളിക്കുന്നത്. During unfavorable conditions, the plasmodium differentiate and forms fruiting bodies bearing spores at their tips. ഇനി അൺഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്യുന്നറിയാം? ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഫ്രൂട്ടിംഗ് ബോഡീസ് പ്രത്യേകം ആയിട്ട് മാറി അതിൽ നിന്ന് സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ദ സ്പോർസ് പൊസസ് ട്രൂ വാൾസ്. ദേ ആർ എക്സ്ട്രീംലി റെസിസ്റ്റൻറ്റ് ആൻഡ് സർവൈവ് ഫോർ മെനി ഇയേഴ്സ് അണ്ടർ ഈവൻ അഡ്വേഴ്സ് കണ്ടീഷൻസ്. ഈ സ്പോറുകൾക്ക് വളരെയധികം പിടിച്ചു നിൽക്കാൻ പറ്റും. അതായത് എത്ര കൊല്ലം വേണമെങ്കിലും ഇത് നശിക്കാതെ കിടക്കും. അത്ര റെസിസ്റ്റൻ്റ് ആണ് ഈ സ്പോറിൻ്റെ വാൾസ് എന്ന് പറയുന്നത്. The spores are dispersed by air currents. അപ്പോൾ അത്രയുള്ള അവിടെ ഓർക്കാനുള്ളത് എന്താണ്? പ്ലാസ്മോഡിയം. ഇതിൻ്റെ അഗ്രിഗേഷനെ വിളിക്കുന്നത്, സ്ലൈം മൗൾഡുകളുടെ അഗ്രിഗേഷനെ വിളിക്കുന്നത് പ്ലാസ്മോഡിയം എന്നാണ്. അപ്പോൾ അത് മാത്രം ഓർത്താൽ മതി. യൂഗ്ലിനോയിഡിൽ ഓർക്കാനുള്ളത് പെല്ലിക്കിൾ എന്ന് പറയുന്ന ആ പ്രോട്ടീൻ റിച്ച് ലെയർ. ഓക്കെ.
ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രോട്ടോസോവൻസ്. അഞ്ചാമത്തെ ഗ്രൂപ്പ് പ്രോട്ടോസോവൻ. ആൾ പ്രോട്ടോസോവൻസ് ആർ ഹെറ്ററോട്രോഫ്സ് ആൻഡ് ലിവ് ആസ് പ്രിഡേറ്റേഴ്സ് ഓർ പാരസൈറ്റ്സ്. എല്ലാം ഹെറ്ററോട്രോഫുകളാണ്. എല്ലാ പ്രോട്ടോസോവനും എന്താണ്? ഹെറ്ററോട്രോഫ്സ് ആണ്. നേരത്തെ നമ്മൾ ക്രൈസോഫൈറ്റും ഡൈനോഫ്ലൈലേഴ്സും ഒക്കെ പറഞ്ഞപ്പോൾ അത് രണ്ട് ഫോട്ടോസിന്തറ്റിക് ആയിരുന്നു. യൂഗ്ലിനോയിഡ് വന്നപ്പോഴത്തേക്ക് അതും ഫോട്ടോസിന്തറ്റിക് ആണ്, പക്ഷേ സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത് അത് ഹെറ്ററോട്രോഫ് ആകുമെന്ന് പറഞ്ഞു. അതേപോലെ സ്ലൈമോൾഡ് പറഞ്ഞ് സാപ്രോഫൈറ്റ് ആണെന്ന് പറഞ്ഞു. സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അബ്സോർബ് ഫുഡ് ഫ്രം ഡെഡ് ഡീക്കേഡ് മാറ്റർ. ഇനി പ്രോട്ടോസോവനിലേക്ക് വന്നപ്പോഴത്തേക്ക് അതെല്ലാം എന്താണ്? ഹെറ്ററോട്രോഫ്സ് ആണ്. ഹെറ്ററോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പ്രിഡേറ്റർ ആണ്, അല്ലെങ്കിൽ പാരസൈറ്റുകളാണ്. ഇരപിടിയന്മാരായിരിക്കും, അല്ലെങ്കിൽ പാരസൈറ്റുകളായിരിക്കും. ദേ ആർ ബിലീവ്ഡ് ടു ബി പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് ആനിമൽസ്. ദർ ആർ 4 മേജർ ഗ്രൂപ്പ്സ് ഓഫ് പ്രോട്ടോസോവൻസ്. അപ്പോൾ പ്രോട്ടോസോവനിൽ പഠിക്കാനുള്ളത് ഇനി പറയുന്ന കാര്യങ്ങളാണ്. 4 തരത്തിലുള്ള പ്രോട്ടോസോവനുകളാണുള്ളത്. 1 അമീബോയിഡ് പ്രോട്ടോസോവൻ, 2 ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ, 3 സിലിയേറ്റഡ് പ്രോട്ടോസോവൻ, 4 സ്പോറോസോവൻ. ഇങ്ങനെ 4 തരത്തിലുള്ള പ്രോട്ടോസോവൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തത് അമീബോയിഡ് പ്രോട്ടോസോവൻ. ദീസ് ഓർഗാനിസംസ് ലീവ് ഇൻ ഫ്രഷ് വാട്ടർ, സീ വാട്ടർ ആൻഡ് മോയിസ്റ്റ് സോയിൽ. ഇനി ഫ്രഷ് വാട്ടർ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ. ഓക്കെ. ദേ മൂവ് ആൻഡ് ക്യാപ്ചർ ദെയർ പ്രേ ബൈ പുട്ടിങ് ഔട്ട് സീഡോപോഡിയ ഓർ ഫാൾസ് ഫുട്ട് എന്ന് പറയും, ആസ് ഇൻ അമീബ. അപ്പോൾ ഇത് സീഡോപോഡിയ ഉപയോഗിച്ചാണ് ആഹാരം സമ്പാദിക്കുന്നത്. സീഡോപോഡിയ എന്ന് പറഞ്ഞാൽ കപടപാദങ്ങൾ. അമീബയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അമീബ കപടപാദങ്ങൾ ഉപയോഗിച്ചാണ് ആഹാരം സമ്പാദിക്കുന്നത്. അതേപോലെ ഇവിടെയും ആഹാരം സമ്പാദിക്കുന്നത് സീഡോപോഡിയ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ അമീബോയിഡ് പ്രോട്ടോസോവൻ എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ എൻഡമീബ എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവനാണ് അതിന് എക്സാമ്പിൾ. ഇനി 2 ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ. ദേ ആർ എയ്തർ ഫ്രീ ലിവിങ് ഓർ parasitic. They have flagella. The parasitic forms cause diseases such as sleeping sickness. Example trypanosoma. അപ്പോൾ ഇവിടെ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ എന്ന് വിളിക്കാൻ കാരണം എന്തുള്ളത് കൊണ്ടാണ്? ഫ്ലജല്ല ഉള്ളത് കൊണ്ടാണ്. കൂടുതലും പാരസൈറ്റിക് ഫോംസ് ആണ്, അസുഖങ്ങൾ ഉണ്ടാക്കും. അതിന് ഒരു എക്സാമ്പിൾ ഉണ്ട്. ആ അസുഖത്തിൻ്റെ പേര് സ്ലീപ്പിംഗ് സിക്നെസ് എന്നാണ്. സ്ലീപ്പിംഗ് സിക്നെസ് ഉണ്ടാക്കുന്ന പ്രോട്ടോസോവനാണ് ട്രിപ്പനാസോമ. അടുത്തത് സിലിയേറ്റഡ് പ്രോട്ടോസോവൻ. മോസ്റ്റ് ഓഫ് ദം ആർ അക്വാട്ടിക് ആക്റ്റീവ്ലി മൂവിങ് ഓർഗാനിസംസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് സിലിയ. ആയിരക്കണക്കിന് സിലിയ ദേഹത്തുള്ളത് കൊണ്ട് വളരെ ആക്റ്റീവായിട്ട് മൂവ് ചെയ്യുന്ന ഒരു അക്വാട്ടിക് പ്രോട്ടോസോവനാണ് സിലിയേറ്റഡ് പ്രോട്ടോസോവൻ. ദേ ഹാവ് എ ക്യാവിറ്റി ദാറ്റ് ഓപ്പൺസ് ടു ദ ഔട്ട്സൈഡ് ഓഫ് ദ സെൽ സർഫസ്. അപ്പോൾ ഇതിനൊരു ക്യാവിറ്റി ഉണ്ട്. അത് അതായത് ബോഡിയുടെ പുറത്തേക്ക് തുറക്കുന്ന ഒരു ഓപ്പണിങ്. അതിനെ ഗുള്ളറ്റ് എന്ന് പറയും, ഗുള്ളറ്റ് അല്ലെങ്കിൽ ക്യാവിറ്റി. എക്സാമ്പിൾ പാരമീസിയം. കേട്ടിട്ടില്ലേ? പാരമീസിയം. അതാണ് സിലിയേറ്റഡ് പ്രോട്ടോസോവൻ എക്സാമ്പിൾ. അടുത്ത സ്പോറോസോവൻ. ദീസ് ഇൻക്ലൂഡ് ഡൈവേഴ്സ് ഓർഗാനിസംസ് ദാറ്റ് ഹാവ് ആൻ ഇൻഫെക്ഷ്യസ് സ്പോർ ലൈക്ക് സ്റ്റേജ് ഇൻ ദെയർ ലൈഫ് സൈക്കിൾ. ഇവരുടെ ലൈഫ് സ്റ്റേജിൽ ഒരു സ്പോർ ലൈക്ക് സ്ട്രക്ചർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ സ്പോറോസോവൻ എന്ന് വിളിക്കുന്നത്. ദ മോസ്റ്റ് നൊട്ടോറിയസ് ഈസ് എ പ്ലാസ്മോഡിയം, മലേറിയൽ പാരസൈറ്റ്. മലേറിയ രോഗത്തിന് കാരണമാവുന്ന മലേറിയൽ പാരസൈറ്റ്. അതിനെ പ്ലാസ്മോഡിയം എന്നാണ് വിളിക്കുന്നത്. 10ാം ക്ലാസ്സിൽ നിങ്ങളിത് കേട്ടിട്ടുണ്ട്. വിച്ച് കോസസ് മലേറിയ. മനുഷ്യനെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് മലേറിയ. അപ്പോൾ അതിന് കാരണമാവുന്ന മലേറിയൽ പാരസൈറ്റ് ആണ് പ്ലാസ്മോഡിയം. അത് സ്പോറോസോവനിലാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്ക് നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റ തീർന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ക്ലാസ് നന്നായിട്ട് കേൾക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ബാക്കി അടുത്ത 3ാമത്തെ കിങ്ഡം ഫഞ്ചൈ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.